അത് പൂട്ടിന്ന് ഇപ്പോൾ വീണ്ടും തുറന്നു. അതെ, ഇവിടെ ഇന്നേ പിന്നെ ഒരു പൂരം ഉണ്ട് ആക്ച്വലി. പിന്നെ ഇതടുത്ത് തന്നെ, അപ്പുറത്ത് തന്നെ കൊട്ടപ്പുറം പൂരം. ഭയങ്കര ഫേമസ് പൂരമാണ്. വളരെ പണ്ട് തന്നെ വളരെ ആഘോഷവും ചെയ്താണ്. എത്ര കിലോമീറ്ററിനപ്പുറമാണ് സ്കോപ്പുള്ളത്. വളരെ ആഘോഷം ചെയ്യുന്നൊരു പൂരമാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ ചെയ്യുന്നു. പക്ഷേ ആ പൂരക്കാഴ്ചകൾ ഇപ്പോൾ ഏകദേശം അവസാനിക്കാനായി തോന്നുന്നു. ആ കാഴ്ചകളൊക്കെ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് കാണിക്കാൻ പറ്റുമായിരിക്കും. നോക്കാം നമുക്ക് അല്ലേ. പമ്പ് ആകെ റെഡ് കളർ അല്ലേ, നല്ല എണ്ണനുണ്ട്. പമ്പുകളുടെ ഒരു ഘോഷയാണ്. അതാ വീണ്ടും കൂടെ നമ്മുടെ ശരിക്കും നമ്മുടെ ഭാഗത്ത് മണ്ണാർക്കാട് ടൗണിലോ അല്ലെങ്കിൽ ആലനല്ലൂരിലോ പോണ്ടിരുന്നു എണ്ണ അടിക്കണേ. ഇപ്പം 4 പമ്പായി. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഉണ്ടോ. ഇതാണ് കോട്ടപ്പുറം ടൗണ്. ഇവിടെ ഒന്നും ആരും ആളില്ല. ഒക്കെ അവിടെ അപ്പുറത്തായിരിക്കും, പുറപ്പിലായിരിക്കും. റോഡിലൊക്കെ ആനപ്പിണ്ട. അവിടെ കണ്ട സാധനങ്ങളില്ലേ, വേലയോ ബൈക്ക് പോരൂലേ ആൾക്കാർ പോകും. പൂരം കാണാൻ അമ്പലം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കാം. ഹൽവ നോക്കിയാ പോയി. ചായ, ബജി, കുളിക്ക്, ഓംലെറ്റോ കുറേ ഉണ്ടല്ലേ. കടുക്ക സർബത്ത്, കുടുക്ക സർബത്ത് എന്താണാവോ സ്പെഷ്യല്.
സർബത്ത് കുറുക്കി കൊടുക്കുക. കൊടുക്കേ ആനകളേ ഇവിടെ ഉണ്ട്, അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ മരങ്ങൾ ആളുകൾ കണ്ടില്ല അപ്പുറത്ത്. വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരാൾ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അയാളിനോട് പറഞ്ഞ് ബ്ലാക്ക് ചെയ്തിട്ട് നല്ല എടുക്കാൻ വണ്ടി മുന്നോട്ട് എടുക്കുന്നത്. ഇടയ്ക്കൊരാർക്കും സ്ഥലമുണ്ടോ നോക്കുക. ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെ അറിയാം, കട്ടി കുറഞ്ഞിട്ട് ഇത്ര വലുപ്പത്തിലുള്ള എണ്ണച്ചട്ടിയോ വേണ്ടത്. ചേച്ചി ഒരു പൂരത്തിന് പോകുമ്പോൾ നല്ല വില കുറഞ്ഞ ചട്ടി ഇട്ടു. അല്ല 10 രൂപക്ക് മുറിച്ചിട്ടോ കുറച്ച് കൊഴിഞ്ഞു പോവാം. ഒഴിഞ്ഞിടക്ക എവിടെയും സംഭവം കണ്ട് വീഡിയോയിലുണ്ടോന്ന് എനിക്കറിയില്ല, കണ്ട്. അതാ ഓലിക്ക് ഓരോട് പറഞ്ഞില്ലല്ലോ ആന ഓടിക്കണെന്ന്. ആൾക്കാർ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞേ ഞാനിങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ തൂക്കുപാലല്ലേ അത് കാണാമെന്നൊക്കെ വിചാരിച്ചു. ബൈക്കിൽ അങ്ങനെ പോയാലേ ഇവിടെ അങ്ങനെ ബ്ലോക്കായി നിൽക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു തൂക്കുപാലങ്ങൾ ഫോട്ടോ എടുത്തതില്ലേ പണ്ട് നല്ല ഭംഗിയിൽ. എവിടെ അത് കുറെ ദൂരമുണ്ട്. ദൂരമുണ്ടോ? അടുത്താണോ? ഈ ഗേറ്റത്തിലാട്ടോ ഇതിൻ്റെ അടുത്തുനിന്ന് വണ്ടി ഓഫായി. എന്താ ജനങ്ങള്, അത് തൃശ്ശൂർ പൂരൊക്കെ എന്തായിരിക്കും അല്ലേ? ഉണ്ടാവുമായിരിക്കും. ആരോട് ചോദിക്കുക? നിസ്കാരം ലേറ്റ് ആകുമെന്നൊരു പേടിയുണ്ടായിരുന്നു. എന്തായാലും നിസ്കരിക്കാൻ പറ്റിയ നല്ലൊരു പള്ളി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അതുകൊണ്ട് നിസ്കാരത്തെ നന്നായിട്ടൊന്നും ചെയ്യാൻ പറ്റി. നല്ല സ്മെല്ലുണ്ട്. സൈലന്റ് വാലിയിൽ പോയപ്പോഴേ ഞങ്ങൾ കണ്ടപ്പോൾ ഓടിപ്പോയിട്ട് തൊട്ടുട്ടോ. എന്നിട്ട് പറഞ്ഞ് ഇവിടെ നമുക്ക് ആനയുണ്ട്, ആരും സൗകര്യമാക്കിയിട്ട് പേടിച്ചിട്ട് ട്രക്കിങ്ങിന് പോയപ്പോഴേ അത് നന്നായിട്ട് വരാം. നല്ല ചൂടുണ്ട്. ചൂടുണ്ടെങ്കിൽ എന്തായാലും അടുത്തായിരിക്കും. ഇവിടെ പരിപാടി കഴിഞ്ഞ് പോയിട്ടേ ഉള്ളൂ.
നൊസ്റ്റു ആണ് നൊസ്റ്റു. ആ ഒരു സുഖല്ല. ഒന്നും വാങ്ങിച്ചില്ലേ പൂരം കഴിഞ്ഞ്? നമുക്കൊന്ന് കേറിയല്ലോ. എവിടെ? ഹറമിന്റെ തൊട്ടോട് ഉംറക്ക് പോയപ്പോ കണ്ടില്ലേ തൊട്ടന്നെ കേറിക്കണോ? ആ കേറാം. നൗഷാദിന്റെ അല്ലേ? എവിടെ വീടിന്റെ ഗേറ്റ്? അയ്യോ ഗേറ്റ് തുറക്കണം. ഞാൻ തുറക്കട്ടെ. ഫൈസൽക്കാൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടാട്ടോ. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്ന ഫ്രണ്ടാണേ. ഇട്ടിട്ടില്ലല്ലേ? ഉണ്ടാക്കിട്ട് കഴിക്കേ? ഉണ്ടാക്കിക്ക താത്തയാണ് ഉണ്ടാക്കിയത്. എന്താ കഴിക്കണേ? നോക്കട്ടെ എന്താ നോക്കട്ടെ. എന്താ ഇത്? ആ ഇതാണ് ഉമ്മ പഴം കൊണ്ട് ഉണ്ടാക്കിയത്. ഇനി ഫോർക്കും കൊണ്ടൊക്കെ തിന്നുക. പൂരോ ഉണ്ടാഴ്ച പോലെ ഇല്ല. വീട്ടിൽ കയറിയല്ലോ. ആ എന്തായാലും കയറണല്ലോ. ഒരു വേണ്ട ഒരു വേണ്ടേ? അതെത്ര കറുപ്പത്? അതെത്ര? അത് കറുത്തല്ലേ? 2-3 ഐറ്റം എത്ര കഴിയുണ്ടോ അത്രയും കഴിക്കും. വാങ്ങല്ലേ? അത് നിങ്ങൾ ഇതാരൂട്ടിയാ? ശരിട്ടോ. ഓന് തിരിഞ്ഞിരിക്കുക. ഇവിടെ കയറണ്ടേ? കൂടി ഇരിക്കണീന്റെ മുമ്പേ നിലമ്പണി നടക്കുമ്പോ പറയാൻ തുടങ്ങിയതാണ് ഞാന് വീട് കാണുന്നത്. അത് ചെറിയ ഇതിന്റെ കുഞ്ഞു പൈതൽ ഇതെന്റെ
പക്ഷെ കൂട്ടത്തില് ബെസ്റ്റ് ഇവനാണ്. ആ അതെ മൾട്ടി ടാലന്റ്. പ്രാവ് വളർത്തല്, കോഴി വളർത്തല്, ആട് വളർത്തല്, മീൻ വളർത്തല് ഒക്കെ പഠിച്ചവനാണ്. ഇപ്പൊ എന്തൊക്കെയുണ്ട് നമുക്ക്? പ്രാവുണ്ടോ? പിന്നെ എന്തൊക്കെയുണ്ട്? അതെ അതെ. എന്ത് മീനാന്റെ അടുത്തുള്ള ഗപ്പി വിൽക്കുണ്ടോ? കോഴിയല്ലേ? കരിങ്കോഴിയാ? കരിക്കോഴിയാ? കരിങ്കോഴിന് വളർത്തുക നല്ല വില കിട്ടും. അതുപോലെ കുറച്ച് കാടനൊക്കെ വാങ്ങിട്ട്, കാടനൊക്കെ വാങ്ങിട്ടേ കാട മുട്ട വിറ്റ നല്ല പൈസ കിട്ടും. കാടി മുക്ക പ്രാവ് ആയിക്കോട്ടെ. ഒരു 10-50 ആടിനെ ആടെന്ന് പറയുന്നത് കാടനെ വളർത്തുള്ളൂ. ഇതെന്റെ അഞ്ജന. എന്തോ എന്റെ പേര്? സിയാദ്. അനക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അന്ന പിന്നെ എനിക്കറിയാം, ഞാനും ഫ്രണ്ട്സ് അല്ലേ. അതന്നെ ഓടുണ്ടോ? ഇനി ഒന്ന് നല്ല മാറില്ലേ? വലുതാണിനനുസരിച്ചിട്ട് ഓരോരുത്തരുള്ള സാധനങ്ങൾ അല്ലേ? കാര്യമായിട്ട് പോയുള്ളൂല്ലേ? പൊരിയാവുമ്പോ പിന്നെ കൊറേ ഉണ്ടാവുമല്ലോ. ബാങ്ക് കൊടുത്തോ? ടൈമായോ? പള്ളിയിലൊക്കെ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വ്ളോഗ്സും വീഡിയോസും റെസിപ്പികളും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.